ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓവറോൾ വൃത്തിയില്ലാത്ത, അതായത് വ്യക്തിശുചിത്വം മാത്രമല്ല മൊത്തത്തിലുള്ള വൃത്തി, അങ്ങനെ ഇല്ലാത്ത ഒരാളെയും വൃത്തിയുള്ള ഒരാളെയും തിരഞ്ഞെടുക്കുക എന്നാണ് ടാസ്ക്. വൃത്തിയുള്ളതായിട്ട് എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്ത് ബിന്നിയാണ്. വൃത്തി കുറഞ്ഞ വ്യക്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രേണു, റെന, അനീഷ് എന്നിവരായിരുന്നു. ടാസ്കിന് ശേഷം രണ്ടു കൂട്ടർക്കും ബിഗ് ബോസ് ചോക്ലേറ്റ് കൊടുത്തു. ഈ ടാസ്കിൽ വൃത്തിയില്ലാത്ത വ്യക്തിയായിട്ട് അനുമോള് തിരഞ്ഞെടുത്തത് രേണുവിനെ ആയിരുന്നു. രേണുവിന്റെ തലയിൽ നിന്ന് പല പ്രാവശ്യം പേൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടെന്നും അത് തല കഴുകാത്തത് കൊണ്ടാണെന്നും ഒക്കെയാണ് റീസൺ ആയിട്ട് പറഞ്ഞത്. ഏതായാലും ഇത് രേണുവിന് വിഷമായി. ടാസ്കിന്റെ സമയത്ത് അത് കേട്ടുകൊണ്ടിരുന്നെങ്കിലും പിന്നീട് രേണു വന്നത് അനുവിന്റെ അടുത്ത് സംസാരിച്ചു. അത് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു, ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് അത് പറയണ്ടായിരുന്നു എന്ന് അനുവിനോട് സംസാരിച്ചു. പക്ഷേ അത് ചേച്ചിയുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ അത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ലേ, എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ എന്നുള്ള രീതിയിലാണ് അനു മറുപടി പറഞ്ഞത്. ഏതായാലും അത് രേണുവിനത് വിഷമായി. രേണു കരഞ്ഞുകൊണ്ട് ഇത്ര വൃത്തിയില്ലാത്തവൾ എന്ന പേരോടുകൂടി ബിഗ് ബോസ് ഹൗസിൽ ഇനി നിൽക്കാൻ താല്പര്യമില്ല, ക്വിറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ ക്യാമറയിൽ നോക്കി ബിഗ് ബോസിനോട് പറഞ്ഞു. തലയിൽ നിറയെ പേനുകളുമായി രേണു സുധി ബിഗ് ബോസിൽ. ഇത് സോഷ്യൽ മീഡിയ നിറയാൻ വേണ്ടി ധാരാളമാണ്. ഈ ഒരു കാര്യം രേണുവിന് നന്നായിട്ട് അറിയാം. അതെന്തായാലും രേണുവിന് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള കാര്യം രേണുവിന് മനസ്സിലായതുകൊണ്ട് തന്നെ രേണുവിന് ഒരു സമ്മർദ്ദമായി മാറിയിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെയാണ് വന്നത്, പിന്നെ ഇവിടെ വന്നിട്ട് തലയിലിടാൻ ഒരു ഷാമ്പു പോലും ലഭിക്കാറില്ല എന്നെല്ലാം രേണു പറയുന്നുണ്ട്. എനിവേ, ഇതൊരു ടാസ്ക് ആണ്, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അനുവിൻ്റെതായ രീതിയിൽ അത് ചെയ്തു. എല്ലാവരുടെയും മനസ്സും വിഷമവും ഒക്കെ കാണുന്ന അനുവിന് വേണമെങ്കിൽ തലയുടെ വൃത്തിയിൽ രേണു കുറച്ച് പുറകിലാണെന്നോ, കുറച്ചുകൂടെ തലയുടെ വൃത്തിയുടെ കാര്യം ശ്രദ്ധിക്കണം, അതുകൊണ്ട് രേണുവിന്റെ പേര് പറയുകയാണെന്നൊക്കെ വേണേൽ പറയാമായിരുന്നു. അനീഷ് അന്ന് ടാസ്ക് ജയിച്ചപ്പോൾ സ്വന്തം ടീമിനെ വിട്ട് അപ്പുറത്ത് പോയി അഭിനന്ദിക്കാൻ മനസ്സ് കാണിച്ച ഒരാളാണല്ലോ അനു. അത്രയും വലിയ മനസ്സുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചിന്തിക്കാമായിരുന്നു. ഇത് വ്യക്തിപരമായിട്ട് രേണുവിനെ ബാധിക്കും എന്നുള്ള കാര്യം ആലോചിക്കാൻ വേണ്ടി അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. പക്ഷേ ടാസ്ക് ആണ്, അനുവിന്റെ ഇഷ്ടം. പലരും പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, കുറച്ച് മയത്തിലൊക്കെ പറഞ്ഞുകൂടെ എന്ന് പലരും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അനു ഒന്നും അറിയാത്ത പോലെ, ഒന്നും മനസ്സിലാവാത്ത പോലെ അവിടെ നിൽക്കണത് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് അനുവിന്റെ ഗെയിം, അത്രേ ഉള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ ഉണ്ട്, അനുവിന്റെ മറ്റൊരു ഗെയിമും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ടാസ്കിൽ വൃത്തിയുള്ള ആളുടെയും വൃത്തിയില്ലാത്ത ആളുടെയും ഇങ്ങനെ രണ്ടുപേരുടെ പേരാണ് പറയാൻ പറഞ്ഞിരുന്നത്. അനു ഏകദേശം അവസാനമായിട്ടാണ് പോയി പറഞ്ഞത്. പക്ഷെ അനു മാത്രം വൃത്തിയില്ലാത്തതായിട്ട് രണ്ടുപേരുടെ പേര് അവിടെ പറയാൻ ശ്രമിച്ചു. ഒന്നാമതായിട്ട് പറഞ്ഞത് രേണുവിന്റെ, രണ്ടാമത് ജിസേലിന്റെ പേരും കൂടെ പറയാൻ ശ്രമിച്ചു. ഇത്രയും പേര് പറയുന്നത് കേട്ടിട്ട് ഒരാളുടെ പേര് മാത്രമേ പറയാവുള്ളൂ എന്ന് അനുവിനെ അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അനുവിന്റെ മനസ്സിൽ നിന്ന് പലതും അങ്ങോട്ട് പോണില്ല. കളിക്കുമ്പോൾ അങ്ങ് ഫെയർ ആയിട്ട് കളിക്കുന്നേ, ആ മനസ്സിൽ പക ഒക്കെ അങ്ങ് പോട്ടെ. പിന്നെ നമുക്ക് പറയാം ഇതൊക്കെ അനുവിന്റെ ഗെയിമാണെന്ന്. ഗെയിമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ആലോചിക്കണം. മറ്റൊരു വീഡിയോ പിന്നീട് കാണാം. താങ്ക് യു.